ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വണ്ണം കുറയാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഹെൽത്തി ആയ രീതിയിൽ നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന, അതുപോലെ പ്രോട്ടീൻ ഫൈബർ ഒക്കെ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഓട്സ് വെച്ചിട്ടുള്ള 2 റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഓട്സ് കൊണ്ടുള്ള ഒരു ഉപ്പുമാവ്, അതുപോലെ നമുക്ക് പിന്നെ ഓട്സ് വെച്ചിട്ടുള്ള ഒരു സ്മൂത്തി, ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനായിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു 2 ഗ്ലാസ് ഓട്സ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. ഇൻസ്റ്റന്റ് ഓട്സ് ആണ്. പിന്നെ അതിനായിട്ട് ഇഞ്ചി, പച്ചമുളക്, സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, ബീൻസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ക്യാരറ്റും, നമുക്ക് എത്രത്തോളം പച്ചക്കറികൾ ഉണ്ടോ അത്രത്തോളം നല്ലതാണല്ലോ എന്ന് കരുതി ഇട്ടതാണ്. അതുപോലെ കാഷ്നട്ട്, അതും ഉണ്ടെങ്കിൽ എടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു ഓട്സ് ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഓട്സ് ഒന്ന് ചൂടാക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട്, ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഒരു പാൻ വെച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ, അപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുക് പൊട്ടിക്കുന്നില്ല കേട്ടോ, പകരം കുറച്ച് ഇഞ്ചി, പച്ചമുളക്, പച്ചമുളകൊക്കെ എരിവ് അനുസരിച്ച് കേട്ടോ. അതിലേക്ക് തന്നെ കുറച്ച് നമ്മൾ കാഷ്നട്ടും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, ജസ്റ്റ് ഒന്ന് ആ ഒരു ഇഞ്ചിയുടെ പച്ചമുളകിന്റെ ഒക്കെ ഒന്ന് പച്ചമണം പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് ഒന്ന് ആ പച്ചമണം മാറിയാൽ മാത്രം മതി. സവാളയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ബീൻസ്, ഇപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു 2 ബീൻസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ക്യാരറ്റ്. വെജിറ്റബിൾസ് ഒക്കെ ഈ ടൈമിൽ നമുക്ക് എത്രത്തോളം ഉണ്ടോ ആഡ് ചെയ്യുന്നത് അത്രയും നല്ലതാണ്. ഇനി ഇതിലേക്ക് വേറെ മഞ്ഞപ്പൊടിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഉപ്പ് മാത്രം. നമുക്കിനി ഈ സമയം ഇതിലേക്ക് ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോ ഇവിടെ ഒരു 2 ഗ്ലാസ് ഓട്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇൻസ്റ്റന്റ് ഓട്സ് ആയതുകൊണ്ട് നമുക്ക് 1 ഗ്ലാസ് ഓട്സിന് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ്. ഇൻസ്റ്റന്റ് ഓട്സ് ആകുമ്പോൾ അത്ര തന്നെ വേണ്ട, അതുകൊണ്ടൊരു 1.5 ഗ്ലാസ് വെള്ളം ചേർക്കുകയാണ്. ഇനി അതൊന്ന് തിളക്കട്ടെ കേട്ടോ. തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ഓട്സ് അതിലേക്ക് ചേർക്കാം. ഇവിടെ കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നെയ്യും നമുക്ക് ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്, ഗുഡ് കൊളസ്ട്രോള് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഒരുപാട് ആവരുതെന്ന് മാത്രം കേട്ടോ. ജസ്റ്റ് ഒരു സ്പൂൺ നെയ്യും കൂടി അതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ടേസ്റ്റിന് വേണ്ടിയിട്ടും കൂടിയാണ്. ജസ്റ്റ് ചൂടാക്കി വെച്ചിട്ടുള്ള ഒരു ഓട്സ് ഈ ടൈം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏറ്റവും സിമ്മിലാണ് വെച്ചേക്കുന്നത്. ഉടനെ തന്നെ നമുക്ക് കൈവിടാതെ ഒന്ന് ഇളക്കുക. നമുക്കതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഏറ്റവും സിമ്മിൽ വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ.
ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒട്ടും കുഴഞ്ഞു പോവാതെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓട്സ് ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. ഈ ടൈം നമുക്ക് ഇതിന്റെ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോ ഒരു അടിപൊളിയായിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് റെഡി. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഇനി ഓട്സ് കൊണ്ട് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു സ്മൂത്തിയാണ് കേട്ടോ. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ ഉൾപ്പെടുത്താം. അപ്പോ ഇത് ഇൻസ്റ്റന്റ് ഓട്സ് ആണ്. ഞാൻ കുറച്ച് ഒരു 10 മിനിറ്റ് നേരം അത് വെള്ളത്തിൽ കുതിർക്കാനായിട്ടിട്ടു. ഇനി അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പഴം, റോബസ്റ്റ പഴം, അതുപോലെ തന്നെ കുറച്ച് ആപ്പിള് അതുണ്ടെങ്കിൽ കേട്ടോ. നമുക്ക് സീസണൽ ആയിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് എന്ത് വേണേലും ആഡ് ചെയ്യാം. മധുരത്തിനായിട്ട് ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുള്ളൂ. ഷുഗർ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കുറച്ച് ഓട്സ് മിക്സിയുടെ ജാറിലേക്ക് കേട്ടോ, കുതിർത്തിട്ടുള്ള കുറച്ച് ഓട്സ് ഇപ്പൊ ഇതിലേക്ക് ഇടുകയാണ്. ഇനി അതിലേക്ക് നമ്മള് പഴം ഏത് വേണമെങ്കിലും നമുക്ക് അതിലേക്ക് എടുക്കാം കേട്ടോ. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആപ്പിള് കുറച്ച് ചേർക്കാണ് കേട്ടോ. അതുപോലെ തന്നെ 2-3 ഡേറ്റ്സ് കുരുകളഞ്ഞ് അതും, അതുപോലെ തന്നെ വെള്ളത്തില് കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള ബദാം ഒരു 2-3 എണ്ണം, അതുപോലെ തന്നെ കാഷ്നട്ടും. ഇനി വേറൊന്നും നമ്മളിവിടെ മധുരത്തിനായിട്ട് ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് പാല് ചേർത്തിത് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് പാല് ചേർത്തിതൊന്ന് സ്മൂത്തി ആക്കി എടുക്കാം. ഇനി മധുരം അതുപോലെ നിർബന്ധമാണെങ്കിൽ നമുക്കുണ്ടല്ലോ, ഷുഗറിന് പകരം നമുക്ക് കുറച്ച് തേൻ അതിലേക്ക് ആഡ് ചെയ്യാം. ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞപ്പോൾ മറന്നു കേട്ടോ. ഒരു സ്പൂൺ ഫ്ലാക്സ് സീഡും കൂടെ അതിലേക്ക് ചേർക്കുകയാണേ. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫ്ലാക്സ് സീഡ് വളരെ നല്ലതാണ് കേട്ടോ. ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിനകത്ത് ഇപ്പൊ ചേർത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ പ്രോട്ടീൻ, അതുപോലെ എന്താണ് നമ്മുടെ ഈ ചണവിത്ത്, ഫ്ലാക്സ് സീഡ് ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഫൈബറിന്റെയും ആന്റി ഓക്സിഡന്റിന്റെയും കലവറയാണ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ശീലമാക്കി കഴിഞ്ഞപ്പോ തുടങ്ങിയിട്ട് ഒരു 3 കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ, ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം കുറച്ച് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആപ്പിളിന്റെ ബാക്കിയും, കുറച്ച് മാതള നാരങ്ങ, ബദാമിന്റെയും കുറച്ച് അല്ലികൾ, അപ്പൊ ഇടയ്ക്ക് നമുക്കൊന്ന് കുറിക്കാനായിട്ട് കിട്ടും. ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്കസും കൂടി ചേർക്കുകയാണ് കേട്ടോ. ഇതൊക്കെ തികച്ചും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാത്രം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓട്സ് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓട്സ് ഉപ്പുമാവും അതുപോലെ തന്നെ ഓട്സ് കൊണ്ടുള്ള ഒരു സ്മൂത്തി, ഈ 2 റെസിപ്പിയാണ് കാണിച്ചിട്ടുള്ളത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ അല്ലെങ്കിൽ രാത്രി നമുക്ക് ഡിന്നറിനായിട്ടോ ഒക്കെ മാറി നമുക്ക് ഉപയോഗിക്കാം. എന്തായാലും രാത്രി ചോറുണ്ടെന്നൊരു ശീലം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഒരു മാസമായിട്ട് അത് ഉപേക്ഷിച്ച് ഇപ്പൊ ഓട്സിന്റെ ഈ പറഞ്ഞ ഉപ്പുമാവ് അല്ലെങ്കിൽ പുട്ട്, സ്മൂത്തി ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് ഇപ്പൊ നൈറ്റ്, അതും മാക്സിമം നേരത്തെ തന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റില് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. 2 കിലോ അതിനകത്ത് കുറവ് വന്നിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.